കേരള സ്റ്റഡീസ് ഹിസ്റ്ററി ആൻഡ് സൊസൈറ്റിയിൽ മൊഡ്യൂൾ 3 ടേംസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റെനസൻസ് മൂവ്മെൻറ്റ്സ്, മേജർ ഫിഗേഴ്സ് ആൻഡ് മൂവ്മെൻറ്റ്സ്, വിമൻ ഇൻ റെനസൻസ് മൂവ്മെൻറ്റ്സ്, ചാന്നാർ റിവോൾട്ട്, കല്ലുമാല സമരം, മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, പെസൻ മൂവ്മെൻറ്റ്സ്, ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, വർക്കിംഗ് ക്ലാസ് മൂവ്മെൻറ്റ്സ്, ഐക്യ കേരള മൂവ്മെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വരുന്നത് റെനസൻസ് മൂവ്മെന്റ്സ്, മേജർ ഫിഗേഴ്സ് ആൻഡ് മൂവ്മെന്റ്. മേജർ ഫിഗേഴ്സ് ആണ്. അപ്പോൾ റെനസൻസ് മൂവ്മെന്റ്സിനകത്ത് കേരളയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രോഡ് സോഷ്യോ കൾച്ചറൽ അവേക്കനിങ് ആണ് നമ്മൾ 19th ആൻഡ് മിഡ് 20th സെഞ്ചുറിയിൽ ഹാപ്പൻ ചെയ്തത് കേരളത്തിൽ. റെനസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഭയങ്കര വലിയ മാറ്റം എന്നുള്ളൊരു മീനിങ്, ഒരു കൈൻഡ് ഓഫ് റീബർത്ത് ഹാപ്പൻഡ് ഇൻ കേരള സൊസൈറ്റി ഡ്യൂറിങ് 19th ആൻഡ് മിഡ് 20th സെഞ്ചുറി. അപ്പോൾ അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, ക്രിസ്ത്യൻ മിഷണറി ഇൻഫ്ലുവൻസ് ആൻഡ് കൊളോണിയൽ മോഡേണിറ്റിയാണ് കാരണങ്ങൾ. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇവിടെ പ്രൊമോട്ട് ചെയ്തു. അതുപോലെ തന്നെ ക്രിസ്ത്യൻ മിഷണറീസ് അവരുടെ ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യാനും അതുപോലെ തന്നെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്യാനും കൂടി അവർ വന്നു. പിന്നെ കൊളോണിയലിസം കൊണ്ടുവന്ന ആ ഒരു മോഡേണിറ്റി അല്ലെങ്കിൽ മോഡേൺ എലിമെന്റ്സ് ഇൻ സൊസൈറ്റിയും നമ്മളെ ഷേപ്പ് ചെയ്തെടുത്തതാണ്. ഈ റിനസൻസ് എന്ന് പറയുന്നത് കാസ്റ്റ് ഒപ്രഷനെയും സൂപ്പർസ്റ്റീഷൻസിനെയും സോഷ്യൽ ഇനക്വാളിറ്റിയും എന്ത് ചെയ്തു? ചലഞ്ച് ചെയ്തു. ആ സമയത്ത് കേരളത്തിലുണ്ടായിരുന്ന കാസ്റ്റ് ആ ഒരു ഡിസ്ക്രിമിനേഷനെയും ആവശ്യമില്ലാത്ത അന്ധവിശ്വാസങ്ങളെയും സോഷ്യൽ ഇനക്വാളിറ്റി, സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന അപ്പർ ക്ലാസ് പുവർ ആ ഒരു ലോവർ ക്ലാസ് ഒരു ഡിവൈഡിനെയും എല്ലാം എന്ത് ചെയ്തു? ചലഞ്ച് ചെയ്തു. റാഷണാലിറ്റി പ്രൊമോട്ട് ചെയ്തു. അതായത് ഇന്റലക്ച്വൽ തിങ്കിങ്, ഹ്യൂമൻ ഡിഗ്നിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു, സയന്റിഫിക് ടെമ്പറമെന്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തു, ആൻഡ് ഇക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പോൾ രാജാ റാം മോഹൻ റോയ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുറെ വാല്യൂസിലൊക്കെ ഈ ഒരു മൂവ്മെന്റ് ഇൻസ്പിറേഷൻ എടുത്തതാണ്. ക്രിസ്ത്യൻ മിഷണറീസ് പ്രിന്റിംഗ് പ്രസ്സും മോഡേൺ സ്കൂൾസും റിലീജിയസ് ടെക്സ്റ്റ് ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതും നമ്മളെ എന്ത് ചെയ്തു? ഇൻഫ്ലുവൻസ് ചെയ്തു. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ലോവർ കാസ്റ്റ് പീപ്പിളിന്റെ ഇടയിൽ എസ്പെഷ്യലി ക്രിസ്ത്യൻ മിഷണറീസ് എന്ത് ചെയ്തു? പ്രൊമോട്ട് ചെയ്തു. ട്രാവൻകൂർ റോയൽ ഫാമിലി എന്ത് ചെയ്തു? ആദ്യത്തെ റീഫോംസിനെ അല്ലെങ്കിൽ മാറ്റങ്ങളെയൊക്കെ അവർ സപ്പോർട്ട് ചെയ്തു. എസ്പെഷ്യലി റാണി ലക്ഷ്മിബായിയുടെ കീഴിലുള്ളതും സ്വാതി തിരുനാളിന്റെ കീഴിലുള്ള റിഫോംസ് ഒക്കെ ഇവർ സപ്പോർട്ട് ചെയ്തു. പിന്നെ നമുക്ക് മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ചാന്നാർ റിവോൾട്ട് ഉണ്ട്. അതായത് സ്ത്രീകളുടെ ഡ്രസ്സ് റൈറ്റ്സിന് വേണ്ടിയുള്ളത്. പിന്നെ സ്പിരിച്വൽ റീഫോമേഴ്സ് ആയിട്ടുള്ള ശ്രീനാരായണ ഗുരു ഒക്കെ കാസ്റ്റിന്റെ ഡിസ്ക്രിമിനേഷൻ ഒക്കെ റിജക്ട് ചെയ്തു. സ്പിരിച്വൽ യൂണിറ്റിക്കൊക്കെ ഇദ്ദേഹം ഇമ്പോർട്ടൻസ്. അങ്ങനെ SNDP യോഗം 1903 ഫോം ചെയ്തു. ഈഴവ കമ്മ്യൂണിറ്റിക്ക് റീഫോമും എഡ്യൂക്കേഷനും ഒക്കെ കൊടുക്കാൻ വേണ്ടി. ആൻഡ് ഓൾസോ അയ്യങ്കാളി, ഒരു പുലയ ലീഡർ, അദ്ദേഹം ദളിത് എഡ്യൂക്കേഷന് വേണ്ടിയും പബ്ലിക് റൈറ്റ്സിന് വേണ്ടിയും ഫൈറ്റ് ചെയ്തു. കല്ലുമാല സമരം ദളിത് വിമന്റെ ഡിഗ്നിറ്റിക്കും കാസ്റ്റ് സിംബൽസിന് എതിരെയായിട്ടാണ് നിന്നത്. ആൻഡ് ദെൻ റിനസൻസ് ഓൾസോ ലെഡ് ടു ടെമ്പിൾ എൻട്രി മൂവ്മെന്റ്സ്. അതായത് ഈ ലോ കാസ്റ്റിലുള്ള ആളുകൾക്ക് ചില അമ്പലങ്ങളിലോട്ടൊന്നും കയറാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ റിനസൻസ് പീരീഡിൽ ഹാപ്പൻ ചെയ്തു. പിന്നെ മലയാളി മെമ്മോറിയൽ ആൻഡ് ഈഴവ മെമ്മോറിയൽ എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പെറ്റീഷൻസ് ഒക്കെ ജോബ്സിനും റൈറ്റ്സിനും വേണ്ടി കൊണ്ടുവന്നു. അൺടച്ചബിലിറ്റി, ഫോഴ്സ്ഡ് ലേബർ, ചൈൽഡ് മാരേജ്, എഡ്യൂക്കേഷൻ ഡിനൈ ചെയ്യുക, ഇങ്ങനെയുള്ള ഈവിൾസിനെ എല്ലാം ടാർഗറ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചു. പിന്നെ വൈക്കം മൗലവി അതുപോലെ തന്നെ സയ്യിദ് സനഉള്ള, മക്തി തങ്ങൾ ഇവരൊക്കെ ഇസ്ലാം മോഡേണൈസേഷന് വഴിയൊരുക്കി. പ്രിന്റിംഗ് പ്രസ് എന്ന് പറയുന്നത് റവല്യൂഷൻ തന്നെയായിരുന്നു. ഈ റീഫോമിസ്റ്റ് ഐഡിയാസ് സ്പ്രെഡ് ചെയ്യാൻ, അതായത് നസ്രാണി ദീപിക, സ്വദേശാഭിമാനി പോലെയുള്ള പേപ്പേഴ്സ് ഒക്കെ റീഫോമിസ്റ്റ് ഐഡിയാസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ആളുകൾ യൂസ് ചെയ്തു. പിന്നെ വിമൻസ് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ മിഷണറി സ്കൂൾസും എല്ലാം ഈ ഡെവലപ്മെന്റിന്റെ മോഡേണിറ്റിയൊക്കെ പ്രൊമോട്ട് ചെയ്തതാണ്. ലിറ്റററി ഫിഗേഴ്സ് ആയിട്ട് കുമാരൻ ആശാൻ, വള്ളത്തോൾ, ഉള്ളൂരൊക്കെ പോയട്രിയിലും പ്രോസിലും ഈ ഒരു റിഫോർമേഷൻ കൊണ്ടുവന്നു. ആൻഡ് പെസൻസ് ആണെങ്കിലും വർക്കിംഗ് ക്ലാസ് ആണെന്നുണ്ടെങ്കിലും അവർ ഒരുപാട് മൂവ്മെന്റ്സിൽ ഭാഗമായി. വൈക്കം സത്യാഗ്രഹവും അതുപോലെ തന്നെ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷനൊക്കെ ഈ ഒരു റിനസൻസിന്റെ ഒരു അവേക്കനിങ് അല്ലെങ്കിൽ ഔട്ട്കം ആണ്. ഓക്കെ, നെക്സ്റ്റ് മേജർ ഫിഗേഴ്സ് ഓഫ് കേരള റിനസൻസ് ആണ്. ഫസ്റ്റ് വൺ ശ്രീനാരായണ ഗുരു ആണ്. 1855 ബാക്ക്വേർഡ് ഈഴവ ഫാമിലി, ചെമ്പഴന്തിയിലാണ് അദ്ദേഹം ജനിച്ചത്, ട്രിവാൻഡ്രത്തെ. വൺ കാസ്റ്റ് വൺ റിലിജിയൻ വൺ ഗോഡ് ഫോർ മാൻ എന്നുള്ള ഐഡിയ ആണ് അദ്ദേഹം പ്രൊപ്പഗേറ്റ് ചെയ്തത്. ഈ ബ്രാഹ്മണിക്കൽ ഓർത്തഡോക്സിക്കെതിരെയും കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെതിരെയാണ് ഇദ്ദേഹം ഒപ്പോസ് ചെയ്തത്. ആൻഡ് ഓൾസോ എല്ലാ കാസ്റ്റുകാർക്കും വേണ്ടി ടെമ്പിൾസ് ഓപ്പൺ ആക്കി കൊടുത്ത്, എസ്പെഷ്യലി അരുവിപുരം ടെമ്പിൾ ഇൻ 1888. എഡ്യൂക്കേഷൻ, സ്പിരിച്വൽ ഇക്വാളിറ്റി, സോഷ്യൽ റിഫോംസിന് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്ത അദ്ദേഹമാണ്. അടുത്തത് ചട്ടമ്പി സ്വാമികൾ, ഒരു വേദിക് സ്കോളർ ആൻഡ് മിസ്റ്റിക് ആണ്. അദ്ദേഹം സോഷ്യൽ ഇക്വാളിറ്റിക്ക് വേണ്ടിയും സ്പിരിച്വൽ ഫ്രീഡം അല്ലെങ്കിൽ ലിബറേഷന് വേണ്ടിയും ഫൈറ്റ് ചെയ്ത ഒരാളാണ്. ഓർത്തഡോക്സ് ആയിട്ടുള്ള ബ്രാഹ്മൺ കസ്റ്റംസിനെതിരെയൊക്കെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തു. ഓക്കെ,
ആൻഡ് ഇന്റർ റിലീജിയസ് ഹാർമണി, ഫീമെയിൽ എഡ്യൂക്കേഷൻ, കാസ്റ്റ് സുപ്രീമസി ഇതെല്ലാം റിജക്റ്റ് ചെയ്തു. വെർനാക്കുലർ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്തതാണ് ഇദ്ദേഹം. അയ്യങ്കാളി ഒരു ദളിത് ലീഡറാണ്. 1863 ജനിച്ചു. പുലയ റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷന് വേണ്ടിയാണ് ഇദ്ദേഹം ഫൈറ്റ് ചെയ്തത്. ഫസ്റ്റ് പുലയ സ്കൂൾ ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. അപ്പർ കാസ്റ്റ് ഒപ്പോസിഷനെതിരെയാണ് അദ്ദേഹം. അപ്പർ കാസ്റ്റ് ഒപ്പോസിഷൻ ഉണ്ടായിരുന്നു പുലയ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിനെതിരെ ഫൈറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ വില്ലുവണ്ടി സമരമൊക്കെ ഇദ്ദേഹം ലീഡ് ചെയ്തു. ദളിത് ആക്സസ്, അതായത് പബ്ലിക് റോഡ്സിൽ ദളിതർക്ക് ആക്സസ് കൊടുത്തു. പിന്നെ സാധുജന പരിപാലന സംഘം അദ്ദേഹം ദളിത് വെൽഫെയറിന് വേണ്ടി ഫോം ചെയ്തു. ആൻഡ് ഓൾസോ എഡ്യൂക്കേഷനിലും ഗവൺമെന്റ് ജോബ്സിലും റിസർവേഷൻ ഇവർക്ക് വേണമെന്നും പറഞ്ഞ് പുഷ് ചെയ്തു. ഇനി വൈക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇസ്ലാമിക് റിഫോമർ ആൻഡ് ജേർണലിസ്റ്റ് ആണ്. സ്വദേശാഭിമാനി ഇദ്ദേഹമാണ് ഈ ന്യൂസ് പേപ്പർ ഫൗണ്ട് ചെയ്തത് കേട്ടോ. റാഷണലിസം, സയൻസ്, സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ, മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഇതിനെല്ലാം അദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്തു. സൂപ്പർസ്റ്റേഷനെതിരെയും റിലീജിയസ് ഓർത്തഡോക്സിനെതിരെയുമാണ് ഇദ്ദേഹം ഇതെല്ലാം ചലഞ്ച് ചെയ്തു. അറബിക് മലയാളം ലിറ്ററസിയാണ് ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്തത്. പിന്നെ കേരള മുസ്ലിം ഐക്യ സംഘമൊക്കെ ഇദ്ദേഹം അതായത് ഇദ്ദേഹത്തിന്റെ ഒരു ഇൻഫ്ലുവൻസോടുകൂടി പിന്നീട് വന്ന മുസ്ലിം വുമൻസ് ആണ് കേരള മുസ്ലിം ഐക്യ സംഘം. ഡോക്ടർ പൽപു ഈഴവ ഡോക്ടറാണ്. സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ആണ്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അദ്ദേഹത്തിന്റെ കാസ്റ്റ് കാണിച്ച് കിട്ടിയില്ല അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹം ഈഴവ മെമ്മോറിയലിന്റെ ലീഡറായിട്ട് മാറി. ഗവൺമെന്റ് ജോബ്സിന് എഡ്യൂക്കേഷന് വേണ്ടി അദ്ദേഹം ഫൈറ്റ് ചെയ്തു ഈഴവർക്ക്. ആൻഡ് ഓൾസോ SNDP അദ്ദേഹം ഫോം ചെയ്തു വിത്ത് നാരായണ ഗുരു. ആൻഡ് ഓൾസോ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, മോഡേൺ ബ്യൂറോക്രസിയിലുള്ള കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇദ്ദേഹം ഹൈലൈറ്റ് ചെയ്തു, ചലഞ്ച് ചെയ്തു. ഇക്വാളിറ്റി എഡ്യൂക്കേഷനിലൂടെയും ഇദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുന്നത് വിമൻ ഇൻ റിനസൻസ് മൂവ്മെന്റ്സ് ഇൻ കേരളയാണ്. അപ്പോൾ സ്ത്രീകളുടെ ഇമാൻസിപ്പേഷൻ ആയിരുന്നു കേരളത്തിലെ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സിന്റെ മെയിൻ സെന്റർ എന്ന് പറയും, അല്ലെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. അവര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു എല്ലാ കാര്യങ്ങളിലും റീഫോംസ് കൊണ്ടുവരാൻ വേണ്ടി. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളിയൊക്കെ വിമൻസ് എഡ്യൂക്കേഷനും അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടി ഒരുപാട് ഫൈറ്റ് ചെയ്ത റിഫോമേഴ്സ് ആണ്. ചാർനാർ റിവോൾട്ട് ആണ് ഏർലിയസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ഇൻവോൾവിംഗ് വിമൻ. അപ്പോൾ ട്രാവൻകൂർസ് റോയൽ ഫാമിലി എന്ന് പറയുന്നത് തന്നെ ഫോളോ ചെയ്തിരുന്നത് മാട്രിലീനിയൽ ട്രഡീഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില അരിസ്റ്റോക്രാറ്റിക് വിമൻസ് സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ കിട്ടി, പക്ഷെ ലോവർ കാസ്റ്റിലുള്ള സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ കിട്ടിയില്ല. മിഷണറീസ് ഗേൾസ് സ്കൂൾസ് ഒക്കെ 19th സെഞ്ചുറിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. അങ്ങനെ ലോവർ കാസ്റ്റ് സ്ത്രീകൾക്ക് അതിന് എഡ്യൂക്കേഷൻ കിട്ടാൻ തുടങ്ങി. പിന്നെ പബ്ലിക് സ്പേസിലും എഡ്യൂക്കേഷനും എല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. സ്ത്രീകളെ അങ്ങനെ ആക്സസ് ഒന്നും ഇല്ലായിരുന്നു ബിഫോർ റിനസൻസ്. ലോവർ കാസ്റ്റ് സ്ത്രീകൾ അപ്പർ പാർട്സ് ഓഫ് ദ ബോഡി അൺകവേർഡ് ആക്കി വെക്കാനായിട്ട് ഫോഴ്സ്ഫുൾ ആയിട്ട് അവരെ വെച്ചിരുന്നു. അതുപോലെ തന്നെ ഈവിൾസ് ലൈക്ക് ചൈൽഡ് മാരേജ്, പോളിഗമി, ഒരുപാട് കല്യാണം കഴിക്കുക, ഡിനയൽ ഓഫ് വിഡോ റീമാരേജ്, വിധവകളെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കെതിരെ ഈ റീഫോമേഴ്സ് ഒപ്പോസ് ചെയ്തു. പണ്ഡിറ്റ് കറുപ്പനാണ് ഫീമെയിൽ ഫിഷർമെന്നിന്റെ അതായത് ഫിഷർ വിമന്റെ ഇടയിലുള്ള എഡ്യൂക്കേഷൻ അദ്ദേഹമാണ് സപ്പോർട്ട് ചെയ്തത്. പിന്നെ ദാക്ഷായണി വേലായുധൻ, അവരൊക്കെ നാഷണൽ ലീഡേഴ്സും അതുപോലെ തന്നെ ഈ റിഫോമിസ്റ്റിന്റെ സപ്പോർട്ട് കൊണ്ട് എഡ്യൂക്കേറ്റഡ് ആയ ഒരു സ്ത്രീയാണ് കേട്ടോ. അവരൊരു ഭയങ്കര ഫൈറ്ററാണ്. പിന്നെ സോഷ്യൽ മൂവ്മെന്റ്സിലൂടെ തന്നെ സ്ത്രീകൾക്ക് റൈറ്റ്സും ഡിഗ്നിറ്റി ഈക്വാളിറ്റി ഒക്കെ വേണമെന്ന് നമുക്ക് പബ്ലിക്കിൽ പറയാൻ സാധിച്ചു. ആൻഡ് അതുപോലെ തന്നെ ടെമ്പിൾ എൻട്രി മൂവ്മെന്റ്സും ഈ ജെൻഡർ റെസ്ട്രിക്ഷൻസിനെ ഇൻഡയറക്ട്ലി ചലഞ്ച് ചെയ്തൊരു കാര്യമാണ്. ഫീമെയിൽ ലിറ്ററസി കേരളത്തിൽ 19th and 20th സെഞ്ചുറി ആയപ്പോഴത്തേക്കും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തന്നെ റൈസ് ചെയ്തു. പിന്നെ പൊളിറ്റിക്സിലും എഡ്യൂക്കേഷനും എല്ലാം വിമൻ ലീഡേഴ്സ് വരാൻ തുടങ്ങി. സ്ത്രീകൾ നാഷണൽ മൂവ്മെന്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. വിമൻസ് അസോസിയേഷൻസ് 1920s ആയപ്പോൾ ഫോം ചെയ്തു ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ലീഗൽ റൈറ്റ്സ്, സ്ത്രീകൾക്ക് വേണ്ടി. പിന്നെ ട്രാവൻകൂർ വിമൻസ് അസോസിയേഷൻ അങ്ങനെ വന്നതാണ് 1970. ഗേൾസ് എഡ്യൂക്കേഷനും വിഡോകൾക്ക് ലീഗൽ റൈറ്റ്സ് കിട്ടാൻ വേണ്ടിയും. വർക്കിംഗ് ക്ലാസ് വിമനും ഈ കാഷ്യൂ കൊയർ ഇൻഡസ്ട്രി സ്ട്രൈക്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ സ്ത്രീകളുടെ വിസിബിലിറ്റി പബ്ലിക് സ്ഫിയറിൽ കൂടാൻ തുടങ്ങി. അതുപോലെ തന്നെ കേരള കൗമുദി, സ്വദേശാഭിമാനിയൊക്കെ സ്ത്രീകളുടെ ഇഷ്യൂസിനെ കുറിച്ച് ഈ ന്യൂസ് പേപ്പേഴ്സ് അഡ്രസ് ചെയ്ത് എഴുതാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് സ്ത്രീകളുടെ റിനസൻസ് മൂവ്മെന്റ്. അടുത്ത ചാന്നാർ റിവോൾട്ട് ആണ്. അപ്പം ടു പ്ലേസ് ഇൻ ട്രാവൻകൂർ ഡ്യൂറിങ് ഏർലി 19th സെഞ്ചുറി. ലെഡ് ബൈ ചാന്നാർ വിമൻ അല്ലെങ്കിൽ നാടാർ വിമൻ. അവർ അപ്പർ ബോഡി ക്ലോത്തിന് വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്തു. അതായത് അവർക്ക് അപ്പർ ബോഡി കവർ ചെയ്യാനുള്ള അനുവാദം ഇല്ലായിരുന്നു. സോ അതിനു വേണ്ടിയാണ് ഇവർ പ്രൊട്ടസ്റ്റ്, ഈ ഒരു ചാന്നാർ റിവോൾട്ട് നടന്നത്. അപ്പർ കാസ്റ്റ് നോംസ് ഡിനൈ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ലോവർ കാസ്റ്റ് വിമന് അവരുടെ ബ്രസ്റ്റ് പബ്ലിക്കായിട്ട് കവർ ചെയ്യാനുള്ള അനുവാദം ഇല്ലായിരുന്നു. അപ്പം അത് കാസ്റ്റ് ഒപ്രഷന്റെയും സെക്ഷൽ ഹ്യൂമിലിയേഷന്റെ ഒരു ഫോം ആയിരുന്നു. അതായത് ഒരു കൈൻഡ് ഓഫ് ഫോം ഓഫ് ഒപ്രഷൻ ആയിരുന്നു. അപ്പോൾ ഈ റിവോൾട്ട് 1830 തുടങ്ങി 1822 1859 ഒക്കെ ഭയങ്കരമായിട്ട് ഇന്റൻസിഫൈ ചെയ്തു. അപ്പോൾ അവര് ഈ ചാന്നാർ എന്ന് പറയുന്ന ചൊഡ്ഡി ടാപ്പർ കമ്മ്യൂണിറ്റി എന്നാണ് കേട്ടോ പറയുന്നത്. ബ്രിട്ടീഷ് മിഷണറീസ് ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്തു. അങ്ങനെ ഒരുപാട് പേരെ ക്രിസ്ത്യാനിറ്റിയിലോട്ട് ഈ വിഭാഗത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്തു. ആൻഡ് ഓൾസോ അങ്ങനെ പോയവർക്ക് മോഡസ്റ്റി ആൻഡ് ഇക്വാളിറ്റി ഒക്കെ കിട്ടി ജീവിക്കാൻ തുടങ്ങി.
മിഷണറീസ് സ്ത്രീകൾ ഈ അപ്പർ ഗാർമെന്റ്സ് ധരിക്കുവാൻ വേണ്ടി സപ്പോർട്ടും ചെയ്തു. 1829 ഗവൺമെന്റ് അലോഡ് ക്രിസ്ത്യൻ നാടാർ വുമൺ ടു വെയർ ദ കുപ്പായം അല്ലെങ്കിൽ ജാക്കറ്റ് ഇടാൻ അനുവാദം കൊടുത്തു. പക്ഷെ ഹിന്ദു നാടാർ വിമണ് പിന്നെയും ആ റൈറ്റ് ഡിനൈ ചെയ്തിരുന്നു. അങ്ങനെ വയലന്റ് ആയി. പിന്നെന്താണ്, അപ്പർ കാസ്റ്റ് ആളുകൾ ഭയങ്കരമായിട്ട് ബ്രൂട്ടലി റിയാക്ട് ചെയ്തു. ട്രാവൻകൂർ ഗവൺമെന്റ് അങ്ങനെ അനദർ ഓർഡർ 1859 പാസ്സാക്കി നാടാർ വിമൺ അവരുടെ അപ്പർ ബോഡി കവർ ചെയ്യാന്നുള്ളത്. അങ്ങനെ അതൊരു ലാൻഡ്മാർക്ക് മൊമെന്റ് ആയി വിമൻസ് അസേർഷൻ ഓഫ് ഡിഗ്നിറ്റി ഇൻ കേരള. ചാന്നാർ റിവോൾട്ട് എന്ന് പറയുന്നത് കാസ്റ്റ്, ജെൻഡർ, റിലീജിയസ് അസേർഷനൊക്കെ ഒരു ബ്ലഡ് ആയിരുന്നു. ആൻഡ് ഓൾസോ ഈ ഒരു മൂവ്മെന്റിന്റെ സക്സസ് എന്ന് പറയുന്നത് കാസ്റ്റ് ബേസ്ഡ് റിഫോംസ് കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് ഇൻസ്പിറേഷൻ കൊണ്ടുവന്നു. ആൻഡ് ഓൾസോ സ്ത്രീകളുടെ ബോഡി കൺട്രോൾ ചെയ്യാന്നൊക്കെ ഉള്ളതെന്നൊക്കെ അതിനെയൊക്കെ എക്സ്പോസ് ചെയ്തൊരു ഇതായിരുന്നു. അപ്പം ക്രിസ്ത്യൻ മിഷണറീസിനും നല്ലൊരു റോൾ ഉണ്ട് ഇതിനകത്ത്. ബ്രിട്ടീഷ് ഓഫീഷ്യൽസും ഇതിന് മീഡിയേറ്റേഴ്സ് ആയിട്ട് നിന്നു ഈ ഒരു കാസ്റ്റ് ജെൻഡർ കോൺഫ്ലിക്റ്റിന്. ആൻഡ് ഇതായിരുന്നു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് കേരളാസ് ജെൻഡർ ജസ്റ്റിസ് മൂവ്മെന്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ഇതിന് ശേഷം ഒരുപാട് വിമൻസ് മൂവ്മെന്റ്സ് ഒക്കെ വന്നു. അപ്പോൾ മെയിൽ ലെഡ് റീഫോംസിനെ ചലഞ്ച് ചെയ്തൊരു മൂവ്മെന്റ് ആയിരുന്നു ഈ ചാന്നാർ മൂവ്മെന്റ് എന്ന് പറയുന്നത്, റിവോൾട്ട് എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വരുന്നത് കല്ലുമാല സമരമാണ്, സ്റ്റോൺ നെക്ലസ് പ്രൊട്ടസ്റ്റ്. അത് 1915 പെരിനാട് കൊല്ലത്താണ് ഒക്ടോബറിൽ ഹാപ്പൻ ചെയ്തു. അതായത് ഒരു പുലയ വിമൻ ആയിരുന്നു ഇത് പ്രൊട്ടസ്റ്റ് നടത്തിയത്. ഈ കാസ്റ്റ് ബേസ്ഡ് ഡ്രസ് കോഡും ഓർണമെന്റ്സും എല്ലാം റിജക്ട് ചെയ്യണമെന്നും പറഞ്ഞു. അതായത് ഇഫ് എ വുമൺ ബിലോങ്സ് ടു എ പെർട്ടിക്കുലർ കാസ്റ്റ് ദെൻ ഷീ ഷുഡ് വെയർ എന്താണ് ഒരു സ്റ്റോൺ നെക്ലസ് ധരിക്കണം, അതായത് കല്ലുമാല ധരിക്കണം. പുലയ വുമൺ ആണെന്നുണ്ടെങ്കിൽ അവർ കല്ലുമാല ധരിക്കണം എന്നാണ്. അവരുടെ കാസ്റ്റിനെ സിംബലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഞാൻ പുലയ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയാണെന്ന് കാണിക്കാൻ വേണ്ടി ദേ വെയർ ഫോഴ്സ്ഡ് ടു വെയർ സ്റ്റോൺ നെക്ലസസ്. സോ ഈ നെക്ലസസ് ഭയങ്കര ഹ്യൂമിലിയേറ്റിംഗ് സിമ്പിൾസ് ആയിട്ട് ആളുകൾക്ക് തോന്നി. കാരണം ഈ നെക്ലസ് കാണുമ്പോൾ അത് ഇന്ന കാസ്റ്റിൽപ്പെട്ട ആളാണ് എന്ന് കാണുമ്പോൾ ആളുകളെല്ലാം വഴിമാറി നടക്കുമല്ലോ. അപ്പോൾ അൺടച്ചബിലിറ്റി ഒക്കെ ആവും, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയൊക്കെ ആവും. അങ്ങനെ നെക്ലസസ് ഒരു ഹ്യൂമിലിയേറ്റിംഗ് സിമ്പിളായിട്ട് മാറിയപ്പോൾ അയ്യങ്കാളിയും ലോക്കൽ പുലിയ ലീഡേഴ്സും കൂടെ ഈ അജിറ്റേഷൻ ലീഡ് ചെയ്തു. അങ്ങനെ സ്ത്രീകൾ ലാർജ് നമ്പേഴ്സിൽ ഗ്യാദർ ചെയ്തു ആൻഡ് ദേ ബിഗാൻ ഡിസ്ട്രോയിങ് കല്ലുമാല. ഓക്കെ, അപ്പോൾ അതൊരു കാസ്റ്റ് ഇമ്പോസ്ഡ് ഐഡന്റിറ്റിയാണ് കല്ലുമാല എന്ന് പറയുന്നത്. അതിനെ റിജക്ട് ചെയ്തു. അങ്ങനെ നായേഴ്സ് ആൻഡ് അപ്പർ കാസ്റ്റ് ആ കമ്മ്യൂണിറ്റിക്ക് ഇടയിൽ നിന്നൊക്കെ ഇവർക്ക് വയലന്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ലാഷ് കിട്ടി. പോലീസ് ഇനിഷ്യലി അപ്പർ കാസ്റ്റിനെ കൂടെ നിന്നു, പിന്നീട് പുലയ ലീഡേഴ്സിനെയൊക്കെ അറസ്റ്റ് ചെയ്തു. അയ്യങ്കാളിയും ഫോളോവേഴ്സും പ്രൊട്ടസ്റ്റ് ചെയ്തു ആൻഡ് അതോറിറ്റീസിനൊക്കെ ഒരുപാട് പെറ്റീഷൻസ് കൊടുത്തു. ആൻഡ് അങ്ങനെ ഇതൊരു നാഷണൽ അറ്റൻഷൻ കിട്ടിയ ഒരു കാര്യമായിരുന്നു ഇത്, ഈ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത്. പിന്നീട് ഇത് ദളിത് ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്സിന്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്തു ഈ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ കല്ലുമാല ഡിസ്ട്രോയ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റിന്റെ ആ ഒരു ചങ്ങലകൾ റിജക്ട് ചെയ്യുന്നതിന് തുല്യമാണ്. സമരം വളരെ പീസ്ഫുൾ, ഡിസിപ്ലിൻഡ് ആൻഡ് ഓർഗനൈസ്ഡ് ആയിരുന്നു. ആൻഡ് ഈ ഒപ്രസ്ഡ് കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ നിന്നൊരു പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്, അതായത് പൊളിറ്റിക്കലി അവർക്ക് വിവരം വെച്ച് തുടങ്ങുമായിരുന്നു ഈ ഒരു സമരത്തോടു കൂടി. വിമൻ ആയിരുന്നു കൂടുതലും സെന്റർ സ്റ്റേജ് എടുത്തത്. അവരുടെ ബോഡിക്കും അവരുടെ ഡ്രസ്സിനും അവർക്കാണ് കൺട്രോൾ എന്ന് കാണിക്കുന്ന രീതിയിൽ. ആൻഡ് ഓൾസോ ബ്രിട്ടീഷ് ഗവൺമെന്റും എന്ത് ചെയ്തു, ഈ കാസ്റ്റ് വയലൻസ് ഏരിയയിൽ റെഡ്യൂസ് ചെയ്യാൻ ഒരുപാട് സ്റ്റെപ്പൊക്കെ എടുത്തു. ആൻഡ് ഈ ദളിത് ആൻഡ് ആദിവാസി സ്ട്രഗിൾസ് ഇൻ കേരളത്തിന് ഈ ഒരു സമരം ഒരു ഗ്രൗണ്ട് വർക്ക് പോലെ തന്നെയായിരുന്നു. ഓക്കെ, ആൻഡ് ഓൾസോ നോൺ വയലൻസും സിവിൽ ഡിസൊബീഡിയൻസും ആയിരുന്നു ഇവരുടെ ടൂൾസ് ഓഫ് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ എൻകറേജ് പുലയ വിമന് സ്കൂൾസിലും സോഷ്യൽ സ്പേസിലും എൻ്റർ ചെയ്യാനുള്ള എൻകറേജ്മെന്റ് ഇതുവഴി കിട്ടി. ദെൻ അടുത്തത് മലയാളി മെമ്മോറിയൽ ആണ്. 1891 ട്രാവൻകൂറിൽ ജാനുവരി 1 ആണ് ഇത് കൊണ്ടുവന്നത്. ഏതൊരു പൊളിറ്റിക്കൽ പെറ്റീഷൻ ആയിരുന്നു. മഹാരാജ ഓഫ് ട്രാവൻകൂറിനാണ് ഇത് കൊടുത്തത്. അതായത് ഡിമാൻഡഡ് റെപ്രസെന്റേഷൻ ഓഫ് മലയാളീസ് ഇൻ ഗവൺമെന്റ് ജോബ്സ്. അതായത് നോൺ നേറ്റീവ്, അതായത് ഈ മലയാളികൾക്ക്, അതായത് നമ്മുടെ എല്ലാ കാസ്റ്റിലുള്ള ആളുകൾക്കും ഗവൺമെന്റ് ജോബ്സ് വേണം എന്നുള്ളൊരു റെപ്രസെന്റേഷൻ ആയിട്ടുള്ള ഒരു പെറ്റീഷൻ ആയിരുന്നു ഇത്. ബ്രാഹ്മിൻസും തമിഴ് ബ്രാഹ്മിൻസും ആണ് നേരത്തെ അഡ്മിനിസ്ട്രേഷനും ബ്യൂറോക്രസിയിലും ഒക്കെ ഡോമിനേറ്റ് ചെയ്ത് നിന്നത്. ലോക്കൽസിനൊന്നും ജോലി കിട്ടിയിരുന്നില്ല. അപ്പോൾ 10,000 പീപ്പിൾ സൈൻ ചെയ്ത് മാസീവായിട്ട് അവരെല്ലാവരും കൂടെ ഇറങ്ങി തിരിച്ചതാണ് ഇതിനു വേണ്ടി. GP പിള്ളൈ, ഡോക്ടർ പൽപ്പു, KP ശങ്കരമേനോനൊക്കെയാണ് ഇത് ഓർഗനൈസ് ചെയ്തത് മലയാളി മെമ്മോറിയൽ. അപ്പോൾ ഈ എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസിന്റെ ഇടയ്ക്കിൽ നിന്ന് ഒരു പൊളിറ്റിക്കൽ അവേക്കനിങ് ആയിരുന്നു ഈ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഈ കാസ്റ്റ് നെപ്പോട്ടിസത്തിനെതിരെയായിരുന്നു. അതായത് ഇന്ന ബ്രാഹ്മൺസിന് മാത്രം ജോലി കിട്ടുക, അവരുടെ കുടുംബത്തിലുള്ളവർക്ക് മാത്രം പോയി കിട്ടുക. അപ്പോൾ കാസ്റ്റ് നെപ്പോട്ടിസത്തിനെതിരെയായിരുന്നു. പിന്നെ മെറിറ്റ് ബേസ്ഡ് അഡ്മിനിസ്ട്രേഷനെ അഡ്വക്കേറ്റ് ചെയ്തു ഇവർ. അതായത് മെറിറ്റിനനുസരിച്ച് ജോലി കൊടുക്കുക എന്നുള്ളതായി. പിന്നെന്താണ്, മെമ്മോറിയൽ ശരിക്കും പറഞ്ഞാൽ ഒരു റെസ്പെക്റ്റഡ് ടോണിലാണ് ഇത് കൊടുത്തത്. ആ ഒരു സെൻസ് ഓഫ് ജസ്റ്റിസിന് വേണ്ടിയാണ് കൊടുത്തത് രാജാവിന്റെ പക്കൽ. കാസ്റ്റ്, എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ആയിരുന്നു ഇത് ലിങ്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യമേ ഇഗ്നോർ ചെയ്തിരുന്നു ഈ കാര്യങ്ങളൊക്കെ. പിന്നീട് ആളുകൾ വയലന്റ് ആയപ്പോഴത്തേക്കും ഇതിനെക്കുറിച്ച് ഡിബേറ്റ്സ് ഒക്കെ നടന്നു. അങ്ങനെ ഈഴവ മെമ്മോറിയൽ എന്ന് പറഞ്ഞ് വീണ്ടും 1896 ഇതിനു വേണ്ടി ഒരു കൗണ്ടർ അറ്റാക്ക് ഇതുപോലെ കൊണ്ടുവരികയും ചെയ്തു. ഒപ്രസ്ഡ് കാസ്റ്റിന് റൈറ്റ്സ് വേണമെന്നും പറഞ്ഞ്, അതായത് ജോലി വേണമെന്നും പറഞ്ഞ്. അങ്ങനെ ഒരു മലയാളി, അതായത്
കാസ്റ്റിനെ ബേസ് ചെയ്തല്ലാതെ ആസ് എ മലയാളി എന്നുള്ളൊരു ഐഡന്റിറ്റിയിൽ ജോലി വേണം എന്നുള്ള രീതിയിലൊക്കെ ആയി. പിന്നെന്താണ്, പബ്ലിക് സർവീസിൽ അങ്ങനെ ട്രാവൻകൂർ സ്റ്റേറ്റ് ഒരുപാട് റീഫോംസ് ഒക്കെ കൊണ്ടുവന്നു. ന്യൂസ് പേപ്പേഴ്സും ജേർണൽസും വൈഡായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് പെറ്റീഷൻസ് വരാൻ തുടങ്ങി പബ്ലിക് ഒപ്പീനിയന്റെ ബേസിൽ. ആൻഡ് ഓൾസോ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് എലീറ്റ്സും ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ് വെച്ചിട്ട് അവരും എന്ത് ചെയ്യാൻ തുടങ്ങി, ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ദെൻ അതുപോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ബ്രാഹ്മൺ ഡോമിനൻസിനെ കളയുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു ഇതെന്ന് പറയുന്നത്. ആൻഡ് സി കേശവൻ, അതുപോലെ തന്നെ പട്ടം താണുപിള്ളൈ, ഇവരെയൊക്കെ ഇങ്ങനെയുള്ള ആക്ടിവിസ്റ്റുകളെയൊക്കെ ഇത് ഇൻസ്പയർ ചെയ്തിരുന്നു ഈ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത്. അടുത്ത ഈഴവ മെമ്മോറിയൽ 1896 കൊണ്ടുവന്നു സെപ്റ്റംബർ 3. അതും എന്താണ്, ഈഴവ കമ്മ്യൂണിറ്റി ഓഫ് ട്രാവൻകൂർ ആണ് ഇത് പെറ്റീഷൻ സബ്മിറ്റ് ചെയ്തത്. ഇറ്റ് വാസ് ഓൾസോ അഡ്രസ് ടു ദ മഹാരാജ സീക്കിംഗ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ജോബ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ അത് ലീഡ് ചെയ്തിരുന്നത് ഡോക്ടർ പൽപ്പു ആയിരുന്നു, പ്രോമിനന്റ് ഈഴവ ഡോക്ടർ. അദ്ദേഹത്തിന് കാസ്റ്റിനെ ബേസ് ചെയ്ത് അദ്ദേഹത്തിന് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ലായിരുന്നു. 13,000 ഈഴവാസ് അങ്ങനെ സബ്മിറ്റ് ചെയ്ത് ഇറക്കിയ പെറ്റീഷനാണ് ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ റിയാക്ഷൻ ടു ദ ഫെയിലിയർ ഓഫ് ദി മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ നേരത്തെ ഫെയിലായി പോയിരുന്നു, അതിൻ്റെ റിയാക്ഷൻ പോലെയാണ് ഈഴവ മെമ്മോറിയൽ കൊണ്ടുവന്നത്. അതിനകത്ത് ബാക്ക്വേർഡ് കാസ്റ്റും കൂടി ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പബ്ലിക് സർവീസിലും എഡ്യൂക്കേഷനിലും മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും എല്ലാം ഇവർക്ക് ജോലി വേണം എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ട്രാവൻകൂറിന്റെ ആ ഒരു ഡിസ്ക്രിമിനേഷനെതിരെയായിരുന്നു ഇത് കൊണ്ടുവന്നത്. അപ്പോൾ ഈഴവാസിന്റെ ഫ്രസ്ട്രേഷനാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. കോക്കനട്ട് ഫാമിങ്ങും, അതായത് ട്രേഡും എഡ്യൂക്കേഷനും ഒക്കെ പ്രോഗ്രസ്, അതായത് ഇതിലൂടെ അവർ ഇതിലൊക്കെ ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവർക്ക് ഇവിടെയും ജോലി വേണം എന്നുള്ളൊരു കാര്യം അവർ പ്രോഗ്രസീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ എന്നാലും അവരെ അവർണരായിട്ടായിരുന്നു കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. ടെമ്പിളിലും ജോലിക്കൊന്നും അവരെ എടുത്തില്ല. അപ്പം ശ്രീനാരായണ ഗുരുവിന്റെ ആ ഒരു സ്പിരിച്വൽ റിഫോം ഈ പൊളിറ്റിക്കൽ അജിറ്റേഷന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മൂവ്മെന്റാണ് SNDP യോഗത്തിന് വഴിയൊരുക്കിയത് 1903. ആൻഡ് ഓൾസോ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് വളരെ സിമ്പത്തറ്റിക് ആയിരുന്നു, പക്ഷേ അവർ വളരെ കെയർഫുൾ ആയിട്ടായിരുന്നു ഇതൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ബാക്ക്വേർഡ് ക്ലാസ് പൊളിറ്റിക്സ് ഇൻ കേരളത്തിന് ഒരു ഫൗണ്ടേഷനായിട്ട് ഈ ഒരു മൂവ്മെന്റ് പിന്നീട് മാറുവാണ്. റിലീജിയസിൽ നിന്ന് പൊളിറ്റിക്കൽ ഇക്വാളിറ്റി വേണം എന്നാണ് ഇവർ പറഞ്ഞത്. ഓക്കെ, ഡോക്ടർ പൽപ്പു ഒക്കെ ഇതിന്റെ ഒരു ലീഡറും കൂടിയാണ് കേട്ടോ. ആൻഡ് ഈഴവ മെമ്മോറിയൽ ആയിരുന്നു ഒരു ടേണിംഗ് പോയിന്റ് ഇൻ കേരളാസ് ആന്റി കാസ്റ്റ് പൊളിറ്റിക്സ് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് വരുന്നത് പെസന്റ് മൂവ്മെന്റ്സ് ആണ്. പെസന്റ് മൂവ്മെന്റ്സ് ഇൻ കേരള എന്ന് പറയുന്നത് ഈ ലാൻഡ് ലെസ്നെസ്, ഹൈ റെന്റ്, ഫ്യൂഡൽ എക്സ്പ്ലോയിറ്റേഷൻ, ഇതിനൊരു റിയാക്ഷൻ ആയിട്ടാണ് വന്നത്. മോർ പെസൻസ് എന്ന് പറയുന്നത് ലോവർ കാസ്റ്റ്, അതായത് പുലയ, ഈഴവ, ടെനന്റ് ഫാർമേഴ്സ്, ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നായിരുന്നു. ലാൻഡ് റിഫോംസ് ഒരു മേജർ ഡിമാൻഡ് ആയിരുന്നു. അതായത് ജന്മി കുടിയാൻ സിസ്റ്റം ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ജന്മികളുടെ ലാൻഡ് ഇവർക്ക് വാടകയ്ക്ക് കൊടുത്ത് ഇവരതിനകത്ത് പിന്നെ കൃഷി ചെയ്യും. അതിന്റെ പകുതി മുക്കാലും ഇവർ തന്നെ വീണ്ടും ജന്മികൾ തന്നെ വീണ്ടും അടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ആ ഒരു ജന്മി കുടിയാൻ സിസ്റ്റത്തിനെതിരെ, ഇപ്പോൾ ജന്മീസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒപ്രസീവാണ്, ഭയങ്കരമായിട്ട് റെന്റ് ഒക്കെ മേടിക്കും, ഇവർക്ക് വേറെ അവകാശങ്ങളൊന്നും കൊടുക്കത്തുമില്ല. അങ്ങനെ ഏർലി പെസന്റ് എജിറ്റേഷൻസ് 1930s ഓൺവേർഡ്സ് വരാൻ തുടങ്ങി. കർഷക സംഘം എന്നും പറഞ്ഞ്, പെസൻസ് യൂണിയൻ എന്നും പറഞ്ഞ് മലബാറിൽ 1930s ഇത് ഫോം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു, പെസൻസിനെയൊക്കെ. പിന്നെ കയ്യൂർ റിബല്യൻ എന്നും പറഞ്ഞ് 1941 മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടായി. കയ്യൂരിനകത്ത് പെസൻസ് ബ്രിട്ടീഷ് റൂളിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തു. ആൻഡ് ഓൾസോ ലാൻഡ് ലോഡ് ഓപ്പറേഷനെതിരെയും പ്രൊട്ടസ്റ്റ് ചെയ്തു. 4 ആക്ടിവിസ്റ്റുകളെ അവർ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. പെസന്റ് സ്ട്രഗിൾസ് എന്ത് ചെയ്തു, പാലക്കാട്, ആലപ്പുഴയും നോർത്തേൺ മലബാറിലൊക്കെ ഇന്റൻസിഫൈ ആയി. അങ്ങനെ പുന്നപ്ര വയലാർ റിവോൾട്ട് ഹാപ്പൻ ചെയ്തു. ക്വയർ വർക്കേഴ്സും പെസൻസും കൂടിയായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തത്, ഈ ഒരു അപ്രൈസിങ്. ഈ മൂവ്മെന്റ്സ് ക്ലാസ് ജസ്റ്റിസിന് വേണ്ടിയായിരുന്നു. ആൻഡ് ഓൾസോ ട്രാവൻകൂറും മലബാർ റീജിയനിലും ഒക്കെ ലാൻഡ് ലോഡ്സും പെസൻസും തമ്മിൽ അടിയാവാൻ തുടങ്ങി. പിന്നീട് ഫ്രീക്വന്റ് ആയിട്ട് ക്ലാഷസ് വരാൻ തുടങ്ങി. സ്ത്രീകളും ഇതിനകത്ത് നല്ലൊരു റോൾ പ്ലേ ചെയ്തിരുന്നു. ഓൾ കേരള കർഷക സംഘം അങ്ങനെ 1940s പെസന്റ് വോയിസിന് വേണ്ടി തുടങ്ങി വെച്ചു. ലാൻഡ് ലോഡ്സ് പോലീസിനെ ഉപയോഗിച്ചും ഗൂണ്ടകളെ ഉപയോഗിച്ചു, അതായത് ഗൂൺസിനെ യൂസ് ചെയ്തും ഇത് സപ്രസ് ചെയ്യാൻ നോക്കി. അങ്ങനെ കേരള സ്റ്റേറ്റ് 1956 ആയപ്പോഴത്തേക്കും ലാൻഡ് റിഫോംസ് ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങി. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് 1957 ലാൻഡ് റിഫോം ലോസ് കൊണ്ടുവന്നത്. അതായത് ലാൻഡ് ലോഡ്സ് അബോളിഷ് ചെയ്ത് എല്ലാവർക്കും ലാൻഡ്ലെസ്, അതായത് ലാൻഡ് ഇല്ലാത്തവർക്കെല്ലാം ലാൻഡ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതൊരു സോഷ്യലിസ്റ്റ് കൈൻഡ് ഓഫ് മൂവ്മെന്റ് ആയിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. അതൊരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ആയിരുന്നു. ഗുരുവായൂർ അകത്ത് കയറണം ലോവർ കാസ്റ്റ് പീപ്പിളിന്, അതിന് വേണ്ടിയുള്ളൊരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു ഇത്. 1931 to 32 കെ കേളപ്പനാണ് ഇത് ലീഡ് ചെയ്തത്. അദ്ദേഹം ഒരു കോൺഗ്രസ് ലീഡറാണ്, ഫ്രീഡം ഫൈറ്ററും കൂടിയാണ്. ഈ ഒരു ടെമ്പിൾ ഗുരുവായൂർ എന്നുള്ള ടെമ്പിൾ ആ സമയത്ത് സാമൂതിരിയുടെ കൺട്രോളിലായിരുന്നു. അതുകൊണ്ട് ഈ ലോവർ കാസ്റ്റ് പീപ്പിളിന് അല്ലെങ്കിൽ അവർണാസിന് ടെമ്പിൾ എൻട്രി ഡിനൈ ചെയ്തിരുന്നു. അപ്പോൾ ഈ സത്യാഗ്രഹം 1931 തുടങ്ങി, ഇൻസ്പയർഡ് ബൈ ഗാന്ധിസ് കോൾ. അങ്ങനെ ഗാന്ധിയുടെ ആ ഒരു ഇൻസ്പിറേഷനാണ് തുടങ്ങിയത്. കേരള കോൺഗ്രസും ലോക്കൽ
റിഫോംസ് സപ്പോർട്ട് ചെയ്തു. വോളണ്ടിയേഴ്സ് എന്ത് ചെയ്തു? സത്യാഗ്രഹം ഇരുന്നു, അതായത് ഫാസ്റ്റ് ചെയ്തു, പിക്കറ്റ് ചെയ്തു, അവർ മാർച്ചും ചെയ്തു ടെമ്പിളിന്റെ ഫ്രണ്ടിൽ കൂടെ. കെ കേളപ്പനാണ് ഹങ്കർ സ്ട്രൈക്ക് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണ് ഇത് നാഷണൽ അറ്റൻഷൻ തന്നെ ഈ ഒരു ഇഷ്യൂവിന് കിട്ടി. മഹാത്മാഗാന്ധി ഇത് സപ്പോർട്ട് ചെയ്തു മൂവ്മെന്റ്, ലെറ്റേഴ്സിലൂടെയും പബ്ലിക് സ്റ്റേറ്റ്മെന്റ്സിലൂടെയും. ഗാന്ധിക്ക് ഡയറക്റ്റ് ആയിട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഹിന്ദുസും ക്രിസ്ത്യൻസും എല്ലാം ഇതിനു വേണ്ടി ഒരു സോഷ്യൽ ഇക്വാളിറ്റിക്ക് വേണ്ടി സത്യാഗ്രഹത്തിൽ ഇൻവോൾവ് ആയി. പോലീസും ഓർത്തഡോക്സ് ഗ്രൂപ്പ്സും ഒക്കെ ഇതിനെ പ്രൊട്ടസ്റ്റിനെ സപ്രസ് ചെയ്യാൻ നോക്കി വയലൻസിലൂടെ. ടെമ്പിൾ അതോറിറ്റീസും എന്ത് ചെയ്യാൻ തുടങ്ങി? അവരും ഇത് സപ്രസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ നല്ല രീതിയിൽ പ്രൊട്ടസ്റ്റ് ഭയങ്കരമായിട്ട് അതായത് ഒരുപാട് റെക്കഗ്നീഷൻ കിട്ടി. അങ്ങനെ 1932 ഗാന്ധിയുടെ ഇന്റർവെൻഷൻ കൊണ്ട് സ്ട്രൈക്ക് ടെമ്പററി സസ്പെൻഡ് ചെയ്തു. പക്ഷേ ഫുൾ ടെമ്പിൾ എൻട്രി അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ടും പിന്നീടുള്ള ലേറ്റർ ടെമ്പിൾ എൻട്രി അജിറ്റേഷൻസിലെല്ലാം ഈ മൂവ്മെന്റ് വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് മാറി. ഓക്കെ, സ്റ്റുഡൻസും ടീച്ചേഴ്സും ഒക്കെ ഇതിനകത്ത് സോളിഡാരിറ്റിക്ക് കാണിക്കാൻ വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അങ്ങനെയാണ് കെ കേളപ്പൻ കേരള ഗാന്ധി എന്നുള്ള പേര് അദ്ദേഹത്തിന് കിട്ടുന്നത്. പിന്നെ കൺസർവേറ്റീവ് ആയിട്ടുള്ള നമ്പൂതിരി ലാൻഡ് ലോഡ്സിന് ഇതിനെല്ലാം ഇഷ്ടമല്ലായിരുന്നു ഈ ഒരു ഫൈറ്റിൽ. മാതൃഭൂമിയൊക്കെ സത്യം പറഞ്ഞ ഈ ഒരു ഈ ഒരു കാര്യം സത്യാഗ്രഹമൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്റർ കാസ്റ്റ് യൂണിറ്റിയാണ് ശരിക്കും പറഞ്ഞ ഈ മൂവ്മെന്റ് ഫോസ്റ്റർ ചെയ്ത് ഹിന്ദുസിന്റെ ഇടയിലുള്ള. നെക്സ്റ്റ് വരുന്നത് വൈക്കം സത്യാഗ്രഹമാണ്. മേജർ ആന്റി കാസ്റ്റ് മൂവ്മെന്റ് ആണ്. അതായത് അൺടച്ചബിൾസിനും ടെമ്പിൾ റോഡ്സ് ആക്സസ് ചെയ്യാനുള്ള ഒരു ഇതില്ലായിരുന്നു, പെർമിഷൻ ഇല്ലായിരുന്നു. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഒരു മൂവ്മെന്റ് കൊണ്ടുവന്നത്. വൈക്കം മഹാദേവ ടെമ്പിളിലാണ് ഇത് സെന്റർ ചെയ്തത്. അതാണ് വൈക്കം സത്യാഗ്രഹം എന്ന് വിളിച്ചിരുന്നത്. അവർണാസിന് അല്ലെങ്കിൽ അൺടച്ചബിൾസിന് ഈ ടെമ്പിളിന് ചുറ്റിനുമുള്ള റോഡ്സിൽ കൂടെ നടക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു, അലോ ചെയ്യത്തില്ലായിരുന്നു. മാർച്ച് 30 അങ്ങനെ 1924 കോൺഗ്രസ് ലീഡേഴ്സിന്റെ ഇൻവോൾവ്മെന്റോട് കൂടിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ടി കെ മാധവൻ, കെ കേളപ്പൻ, ഇ വി രാമസ്വാമി അഥവാ പെരിയാർ എന്നാണ് അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്, ഇ വി രാമസ്വാമി. അദ്ദേഹവും ആണ് ഇത് ലീഡ് ചെയ്തത്. ഈ സത്യാഗ്രഹം ഗാന്ധിയുടെ ഇതിൽ പിന്നെ ഉള്ളതാണ്, ഇൻഫ്ലുവൻസ് ആയിട്ട് വന്നതാണ്. വോളണ്ടിയേഴ്സ് മാർച്ച് ചെയ്തു, പ്രൊട്ടസ്റ്റ് ഒക്കെ നടത്തി. അവരവിടെ ഇരുന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. റിപ്പീറ്റഡ്ലി അവരെ അറസ്റ്റ് ചെയ്തു പോലീസ്. അതായത് തമിഴ്നാട്ടിലെ അതായത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലീഡറാണ് പെരിയാർ എന്ന് പറയുന്നത്, അതായത് ഇ വി രാമസ്വാമി. അദ്ദേഹത്തിന് ഈ ഒരു കേസിന്റെ കാര്യത്തിൽ ഒരുപാട് ജയിലിലൊക്കെ കിടക്കേണ്ടി വന്നു, നമ്മളെ സപ്പോർട്ട് ചെയ്തെന്നും പറഞ്ഞ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ ഒരുപാട് ലീഡേഴ്സും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ നാഷണൽ ലീഡേഴ്സും ഒക്കെ വന്നു. ആൻഡ് ഓൾസോ കാസ്റ്റ് റെസ്ട്രിക്ഷനെതിരെയായിരുന്നു ഈ ഒരു ഫൈറ്റ് എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധി അവസാനം 1925 വൈക്കം വിസിറ്റ് ചെയ്തു. ആൻഡ് ക്വീനുമായിട്ടൊക്കെ ഡിസ്കഷൻസ് ഒക്കെ നടത്തി ആ സമയത്ത്. അങ്ങനെ പ്രസ്സും പബ്ലിക്കും എല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഓർത്തഡോക്സ് ഹിന്ദുസും നമ്പൂതിരീസും എല്ലാം ഇതിനെ ഒപ്പോസ് ചെയ്തു. ഗവൺമെന്റ് സ്ലോലി എന്ത് ചെയ്തു? നെഗോസിയേഷൻസ് ഒക്കെ നടത്തി. റോഡ്സ് അറൌണ്ട് ദ ടെമ്പിൾ അങ്ങനെ അവർനാസിന് വേണ്ടി ഓപ്പൺ ചെയ്തു, അതായത് അൺടച്ചബിൾസിന് വേണ്ടി ഓപ്പൺ ചെയ്തു. പക്ഷേ ടെമ്പിളിനകത്തുള്ള എൻട്രി സ്റ്റിൽ ഡിനൈ ചെയ്തു. അതായിരുന്നു ഫസ്റ്റ് സിവിൽ റൈറ്റ്സ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിവിൽ റൈറ്റ്സ് ക്യാമ്പയിൻ ഇൻ കേരള എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. സ്ത്രീകളും ഇതിനകത്ത് പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നു. ഗുരുവായൂർ ആൻഡ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷനിലൊക്കെ ഇത് കൂടുതലും ഷേപ്പ് ചെയ്തതാണ് ഈ ഒരു മൂവ്മെന്റ്, വൈക്കം സത്യാഗ്രഹ. നെക്സ്റ്റ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷനാണ് 1936. അത് മഹാരാജ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് അത് ഇഷ്യൂ ചെയ്തത് നവംബർ 12. എല്ലാ ഹിന്ദുസിനും ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് അവർക്ക് ട്രാവൻകൂറിലെ ടെമ്പിൾസിൽ കയറാം. അതൊരു ഹിസ്റ്റോറിക്കൽ സ്റ്റെപ്പായിരുന്നു. കാസ്റ്റ് ഇക്വാളിറ്റിക്കൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റെപ്പായിരുന്നു. അതൊരു മേജർ ടെമ്പിൾ റിഫോമാണ് കേരളത്തിലെ. പിന്നെ ദിവാൻ ഓഫ് ട്രാവൻകൂർ ആണ് ഇത് ഡ്രാഫ്റ്റ് ചെയ്തത്. സർ സി പി രാമസ്വാമി അയ്യർ അദ്ദേഹമാണ് ഇത് ഡ്രാഫ്റ്റ് ചെയ്തത്. പിന്നെ ട്രാവൻകൂർ കോർട്ടിലും ഈ ഹിന്ദു വളരെ അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിലൊക്കെ ഭയങ്കര ഡിബേറ്റ് നടന്നു ഇതിനെ ചൊല്ലി. ശ്രീനാരായണ ഗുരുവിന്റെ കോൾ ഫോർ സോഷ്യൽ ഇക്വാളിറ്റി ഒക്കെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യമാണ്. ഗാന്ധിയൊക്കെ ഈ ഡിസിഷനെ വെൽക്കം ചെയ്തു ആൻഡ് മഹാരാജാവിനെ പ്രൈസ് ചെയ്തു. ഓർത്തഡോക്സ് ഗ്രൂപ്പ്സുകൾ ഒക്കെ ഇതിനെ ഒപ്പോസ് ചെയ്തു ഒബ്വിയസ്ലി. പക്ഷേ പബ്ലിക് സപ്പോർട്ടും ഭയങ്കരമായിട്ട് ഇതിനും ഉണ്ടായിരുന്നു. അപ്പം എല്ലാ ഗവൺമെന്റ് കൺട്രോൾഡ് ടെമ്പിൾസിലും ആളുകൾക്ക് കയറാം എന്നുള്ള പ്രൊക്ലമേഷനായി മാറി. പക്ഷേ കൊച്ചിലും മലബാറിലും ഇത് അപ്ലൈ ചെയ്തില്ല, റെസ്ട്രിക്ഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ട്രാവൻകൂറിലെ ആ ഒരു ഗ്ലോബൽ ഇമേജ് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ആവാൻ തുടങ്ങി. അതുപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സും ലീഡേഴ്സും കോൺഗ്രസ് ലീഡേഴ്സും ഒക്കെ ഈ ഒരു റിഫോമിനെ സപ്പോർട്ട് ചെയ്തു. ആൻഡ് വേറെ ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെ ഇതൊരു മോഡലായിട്ട് മാറി. അപ്പോൾ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് പോലെയായിട്ട് ഇത് മാറി. ആൻഡ് ആക്ച്വലി ഇതിന് ടെമ്പിൾ എൻട്രി ഡേ എന്ന് പറഞ്ഞ ആനുവലി നമ്മൾ ഇതിനെ ഒബ്സർവ് ചെയ്യാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ്സ് ആണ്. അപ്പോൾ വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി കൊയർ വർക്കേഴ്സ്, കാഷ്യൂ വർക്കേഴ്സ്, പ്ലാന്റേഷൻ വർക്കേഴ്സ് ആണ് ഈ മൂവ്മെന്റിൽ പങ്കെടുത്തത്. അവരെന്ന് വെച്ചാൽ ലോ വേജസ് ആയിരുന്നു, അവർക്ക് ലോങ് അവേഴ്സ് വർക്ക് ചെയ്യണമായിരുന്നു, ഭയങ്കര എക്സ്പ്ലോയിറ്റേറ്റീവ് കണ്ടീഷൻസിൽ. അപ്പോൾ ആലപ്പുഴ റീജിയനാണ് ഈ കൊയർ വർക്കേഴ്സ് സ്ട്രൈക്കിന് ഒരു ഹബ്ബായി മാറിയത്. പിന്നെ പുന്നപ്ര വയലാർ റിവോൾട്ട് ഉണ്ടായിരുന്നു 1946. അതും വർക്കിംഗ് ക്ലാസ് അപ്രൈസിംഗിൽ ഒരു റിവോൾട്ട് ആയിരുന്നു. ഈ റിവോൾട്ട് പക്ഷേ ട്രാവൻകൂർ ആർമി ക്രഷ് ചെയ്തു. പക്ഷേ എന്നാലും ഭയങ്കര ഒരു ഗ്രേറ്റർ ആക്ടിവിസം ഇത് സപ്പോർട്ട് ചെയ്തിരുന്നു.
കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജീസ് ഒക്കെയാണ് വർക്കിംഗ് ക്ലാസ് പീപ്പിളിനെ യൂണിയനൈസേഷൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. അതായത് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. അത് 1930s ഓൺവേർഡ്സിന് വർക്കേഴ്സിന് വേണ്ടി നിൽക്കുവാണ്. അങ്ങനെ അവർ ട്രേഡ് യൂണിയൻസ് എല്ലാ സെക്ടറിലും ഫോം ചെയ്തു അവരുടെ റൈറ്റ്സിന് വേണ്ടി. പിന്നെ സ്ത്രീകളും ഇതുപോലെ തന്നെ എല്ലാത്തിനകത്തും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. സ്ട്രൈക്കും ഹർത്താൽസും ഒക്കെ വരാൻ തുടങ്ങി. പിന്നെ മിനിമം വേജസും വീക്ക്ലി ഹോളിഡേയ്സും ബേസിക് റൈറ്റ്സ് ഒക്കെ വേണമെന്ന് ലേബറേഴ്സ് ഡിമാൻഡ് ചെയ്തു. പ്ലാന്റേഷൻ വർക്കേഴ്സ് ഇൻ വയനാട് ഇടുക്കിയും ഇതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഹൗസിംഗ്, പ്രോപ്പർ ഹൗസിംഗ് വേണം, എഡ്യൂക്കേഷൻ വേണം, ഹെൽത്ത് കെയർ വേണമെന്ന് പറഞ്ഞു ഇവർ. പിന്നെ ഫാക്ടറി ആക്ടുകളും ലേബർ വെൽഫെയർ നിയമങ്ങളും കൊണ്ടുവരാൻ തുടങ്ങി. വർക്കേഴ്സ് യൂണിയൻ CPIMന്റെ കൂടെയാണ് നിന്നത്. അതായത് അതർ ലെഫ്റ്റ് പാർട്ടിയുടെ കൂടെ നിന്നു. അവരും ഇതിനെ സപ്പോർട്ട് ചെയ്തു. വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ്സ് എന്താ പറയുക, കമ്മ്യൂണിസ്റ്റ്, അതായത് കമ്മ്യൂണിസ്റ്റുകാർ ഇവരെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു ഈ മൂവ്മെന്റ്സിനെയൊക്കെ. അങ്ങനെ അവരാണ് മേജർ ലേബർ റിഫോംസ് 1957 കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കൊണ്ടുവന്നു. അങ്ങനെ കേരളയായിരുന്നു ഫസ്റ്റ് സ്റ്റേറ്റ് വിത്ത് ഓർഗനൈസ്ഡ് ഫിഷർ ഫോക്കിന് വരെ, അതായത് യൂണിയൻസ് കൊണ്ടുവന്നു. പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള മൈഗ്രന്റ് വർക്കേഴ്സും ഇതിന്റെ ഭാഗമായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഐക്യ കേരള മൂവ്മെന്റ് ആണ്. ഐക്യ കേരള മൂവ്മെന്റ് എന്ന് വെച്ചാൽ മൂവ്മെന്റ് ഫോർ യുണൈറ്റഡ് കേരള. അതായത് ട്രാവൻകൂറും കൊച്ചിനും മലബാറും എല്ലാം കേരള സ്റ്റേറ്റിൽ മെർജ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുള്ളൊരു മൂവ്മെന്റ് ആയിരുന്നു. അതായത് കോമൺ ലാംഗ്വേജ് ആണല്ലോ, അപ്പം അതിനനുസരിച്ച് കോമൺ കൾച്ചറും കോമൺ ഹിസ്റ്ററി ഒക്കെയാണ് നമുക്ക്. അപ്പം മലയാളം സ്പീക്കിംഗ് പീപ്പിൾ എല്ലാം ഒരു സ്റ്റേറ്റിനകത്ത് വരണം. അത് 1920s വന്നത്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷമാണ് ഇത് കൂടുതലായിട്ടും മൊമെന്റം ഗെയിൻ ചെയ്ത്. പൊളിറ്റിക്കൽ ലീഡേഴ്സും കൾച്ചറൽ ഫിഗേഴ്സും റിഫോമേഴ്സും എല്ലാം ലീഡ് ചെയ്തു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറഞ്ഞ് KPCC അവർ ഇതിനെ സപ്പോർട്ട് ചെയ്തു. കേരള മഹാജന സഭ അവരും ഇതിനെ പ്രൊമോട്ട് ചെയ്തു. ന്യൂസ് പേപ്പേഴ്സും എല്ലാം സപ്പോർട്ട് ചെയ്തു. കേളപ്പനും പട്ടം താണുപിള്ളയും ബാക്കി എല്ലാവരും ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തു. കൊച്ചിൻ ആൻഡ് ട്രാവൻകൂറിന് പ്രിൻസ്ലി റൂളായിരുന്നു. മലബാർ ബ്രിട്ടീഷിന് കീഴിലായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം ഒരുമിച്ച് കൊണ്ടുവരിക, അതായിരുന്നു അവർ ഉദ്ദേശിച്ചത്. അപ്പം ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ആയിരുന്നു ആ സമയത്ത് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ കേരളത്തിന്റെ കേസ് എക്സാമിൻ ചെയ്യുകയും അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, യുണൈറ്റഡ് കേരള എന്ന് പറഞ്ഞൊരെണ്ണം കൊണ്ടുവരാൻ സമ്മതിക്കുകയും ചെയ്തു കേട്ടോ. വള്ളത്തോൾ നാരായണ മേനോനൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തു. പിന്നെ ലിംഗ്വിസ്റ്റിക് മാത്രമല്ലായിരുന്നു ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, സോഷ്യൽ റീഫോം ഗോൾസും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 1956 നവംബർ 1 കേരള സ്റ്റേറ്റ് ഒഫീഷ്യലി ഫോം ചെയ്തത്. അപ്പോൾ മലബാറും ട്രാവൻകൂറും കൊച്ചിൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സെല്ലാം മേർജ് ചെയ്തു. ട്രിവാൻഡ്രം അതിന്റെ ക്യാപിറ്റലായിട്ട് മാറി. നമ്മുടെ ഫസ്റ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻസ് 1957 ഹാപ്പൻ ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ് ജയിച്ചത്. അവരായിരുന്നു ഫസ്റ്റ് ഇലക്ടഡ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഐക്യ കേരള എന്നുള്ള സംഭവം വന്നത് കേട്ടോ. അങ്ങനെ നവംബർ 1 നമ്മൾ കേരള പിറവി ദിവസം ആചരിക്കുന്നത്.